തെലങ്കാനയിൽ ലോറിയും ബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 20 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മംഗാറെഡ്ഡി ജില്ലയിലെ ചെവ്വല്ലയിൽ രാവിലെ 7:30-നാണ് ദാരുണ സംഭവം ഉണ്ടായത്. മിർജഗുഡ ഖാനാപൂർ റോഡിൽ ബൈക്കിനെ മറികടക്കാൻ ശ്രമിച്ച ലോറി എതിരെ വന്ന ബസ്സിൽ ഇടിക്കുകയായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം 2 ലക്ഷം വീതം ധനസഹായം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവർക്ക് 50,000 രൂപ അനുവദിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. അഭിലാഷ് രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേർന്നു. അഭിലാഷ്, ഏറെ ദാരുണമായ സംഭവമാണ് തെലങ്കാനയിൽ ഉണ്ടായത്. അതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതിന്റെ കാരണം എന്തെങ്കിലും ലഭ്യമാണോ? വിവരം അറിയാമോ? ഇന്ന് രാവിലെ 7:30-നാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം തെലങ്കാനയിൽ ഉണ്ടായത്. തെലങ്കാനയിലെ രംഗാറെഡ്ഡി ജില്ലയിലെ ചെവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് രാവിലെ 7:30 ഈ ചരലുമായി എത്തിയ ലോറി നേരെ എതിരെ വന്ന ബസ്സിലേക്ക് ഇടിക്കുന്നത്. അതായത് രാവിലെ 7:30 ഈ ലോറി പ്രധാനപ്പെട്ട ഈ റോഡിലേക്ക്, അതായത് മിർജഗുഡ ഖാനാപൂർ റോഡ് വഴി സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ മുന്നേ പോയ ബൈക്കിനെ മറികടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ ലോറി എതിരെ വന്ന ബസ്സിലേക്ക്, ആളുകളുമായി വന്ന ബസ്സിലേക്ക് ഇടിച്ചു കയറിയതും. പക്ഷേ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ലോറി ബസ്സിൽ ഇടിക്കാതിരിക്കാനായിട്ട് ഇടത്തോട്ട് തിരിച്ചെങ്കിലും ആ ഒരു വേഗതയിൽ ലോറി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ലോറി നേരെ ബസ്സിന് മുകളിലേക്ക് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ചരലെല്ലാം ഈ ബസ്സിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെ ബസ്സിലുണ്ടായിരുന്ന നിരവധി ആൾക്കാർക്ക് മുകളിലേക്ക് ഈ ചരൽ എല്ലാം മറിഞ്ഞു വീഴുകയും അതിനകത്ത് ആളുകൾ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് നിരവധി മണിക്കൂറുകളെടുത്താണ് ബസ്സിൽ നിന്ന് ആളുകളെ വെട്ടിപ്പൊളിച്ചെടുത്തതെങ്കിലും നിരവധി പേർ കൊല്ലപ്പെട്ടു. ഒരുപാട് പേർക്ക് നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ നിലവിൽ 2 ലക്ഷം രൂപ ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രിയും അനുശോചനം രേഖപ്പെടുത്തി. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന ആൾക്കാരുടെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിൽ ഇന്ന് രാവിലെ ഉണ്ടായ ആക്രമണം, ഈ ഒരു അപകടം വലിയ രീതിയിൽ ആളുകളെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. കാരണം നിരവധി ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീടുകളിലേക്കും അതുപോലെ സ്കൂളുകളിലേക്കും ഒക്കെ പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വെളുപ്പിന് രാവിലെ ഒരു അപകടമുണ്ടായത്. ഇതിൽ ലോറി ഡ്രൈവറുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായെന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ തന്നെ മനസ്സിലാകും. കാരണം അലക്ഷ്യമായ രീതിയിൽ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ അമിത വേഗത്തിൽ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. ഭവ്യ. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.